ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് ഒഴിച്ചിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഇതുപോലെ വലിയ വെണ്ടയ്ക്ക ആണെങ്കിൽ 2-3 കഷ്ണമായി ഇതുപോലെ നീളത്തിൽ മുറിക്കുക, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഓരോ കഷ്ണത്തെയും ഇങ്ങനെ നടുവേ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെണ്ടയ്ക്ക എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക ഉണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എത്രമാത്രം വെണ്ടയ്ക്ക എടുക്കുന്നോ അതുപോലെ നിങ്ങളുടെ തൈരിൻ്റെ അളവ് നിങ്ങൾ കൂട്ടിക്കൊടുക്കുക. തൈരിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടിതൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് വേണമെങ്കിൽ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഇച്ചിരി പുളിയുള്ള തൈര് വേണം നമ്മളിതിനെ യൂസ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇതിപ്പം യോജിപ്പിച്ചിട്ടുണ്ട്, ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്ക നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക അല്പം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക നമ്മൾ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ വെണ്ടയ്ക്കയിലെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ വെണ്ടയ്ക്കകത്ത് ഒട്ടും വഴുവഴുപ്പ് നമുക്ക് തോന്നത്തില്ല. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാനിത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ ആ പച്ച കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് എണ്ണയിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത് ഈ പരുവമാകുമ്പോഴേക്കും നമുക്ക് ഇത് എണ്ണയിലൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ എണ്ണ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നിളക്കി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്, അല്പമായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടി തൈരിനകത്ത് മസാലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നതിന് മുന്നേ വേണം ചേർക്കാൻ. എനിക്കത് ആദ്യം ഞാൻ മറന്നുപോയി, അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സ്റ്റേജിലാകുമ്പം എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്ന ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ തൈര് ചേർത്ത് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. സ്റ്റൗ ഓഫ് ചെയ്ത് ഈ മസാലയുടെ ചൂടൊന്ന് മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കണം. ചിലപ്പം തൈര് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് തൈര് പിഴിഞ്ഞതുപോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒഴിക്കരുത്. ഒന്ന് തണുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ആ എണ്ണയുടെ തിളയൊന്ന് മാറി വന്നതിന് ശേഷമേ നമുക്ക് ഈ തൈരിൻ്റെ മസാല ചേർത്ത് കൊടുക്കാവുള്ളൂ. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുത്ത് ചെറിയ തീയിൽ വേണം നമ്മളിത് ചെയ്യാൻ. ചെറിയ തീയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് അല്പസമയം അടച്ച് വെച്ച് വേവിക്കാം. മസാലയൊക്കെ നമ്മൾ തൈരിനകത്ത് ചേർത്തിരിക്കുന്ന മസാലയൊക്കെ ഒന്ന് വെന്ത് വരണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും നല്ലപോലെ മസാലയൊക്കെ വെണ്ടയ്ക്കയിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇന്നത്തേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് വെള്ളമാണ്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് കറി ആക്കി നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു.
ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വെണ്ടയ്ക്ക പകുതിയല്ലേ വെന്തിട്ടുള്ളൂ, മുഴുവനായിട്ട് നമ്മൾ വേവിച്ചിട്ടില്ല, ഒന്ന് ഫ്രൈ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പം നമുക്കിതൊന്ന് വെണ്ടയ്ക്ക വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതായത് ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തൈര് ഒഴിച്ചിട്ടുള്ള വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. അതുവരെ